ശ്രീ റോണി കെ ബേബി, ഇവിടെ കോൺഗ്രസിനുള്ളിലും ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? പലപ്പോഴും ഹിന്ദുക്കളോടുള്ള ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും അവഹേളനങ്ങളുമൊക്കെ കോൺഗ്രസ് നേതൃത്വം കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ശക്തിയുക്തം അതിനെ എതിർക്കുന്ന ഒരു സമീപനം കണ്ടിട്ടേയില്ല. അത് ശബരിമലയിലാകട്ടെ, അയോധ്യ രാമപ്രശ്നത്തിലാകട്ടെ ഒക്കെ കോൺഗ്രസ് ഒരു മൃദു സമീപനം സ്വീകരിക്കുകയും ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ നടത്തിയ ഒരു പ്രസംഗമാണല്ലോ. അപ്പോൾ നമ്മൾ ആ പ്രസംഗത്തെ മുഴുവൻ ഒന്നിച്ച് ഒരു സനാതന ധർമ്മം എന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ അതിലെ രണ്ട് പരാമർശങ്ങളെയും രണ്ടായി കാണണം എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. നമ്മൾ അതിനെ എല്ലാം ഒന്നിച്ച് സനാതന ധർമ്മം എന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ കാണാതെ, അതിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിന്റെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട സച്ചിദാനന്ദ സ്വാമി നടത്തിയ ഒരു അഭിപ്രായം. അദ്ദേഹം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള അഭിപ്രായമാണ് അത് പറഞ്ഞത്. അത് പറയാനുള്ള അവകാശം ശിവഗിരി മഠത്തിനുണ്ട്. കാരണം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് ശിവഗിരി മഠം. ക്ഷേത്രങ്ങളില് വസ്ത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ഷർട്ട് അല്ലെങ്കിൽ ഉടുപ്പ് ധരിച്ച് കയറണമോ വേണ്ടോ എന്നുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രി അതിനെ പിന്തുണച്ചു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും, കാരണം പ്രോഗ്രസീവ് ആയിട്ടായിരിക്കണം ആണല്ലോ ഒരു ഭരണാധികാരി പറയേണ്ട അഭിപ്രായം. അത് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ആ പ്രസംഗത്തില് അദ്ദേഹം ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ചില കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സനാതന ധർമ്മം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹം ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് സനാതന ധർമ്മത്തിനെ കുറിച്ച് നടത്തിയത്. അതിനകത്ത് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. കാരണം സനാതന ധർമ്മത്തെ, കാരണം നമുക്ക് സനാതന ധർമ്മത്തെ ആദ്യം സനാതന ധർമ്മം എന്ന് പറയുന്ന ആശയം അത് രൂപം കൊള്ളുമ്പോൾ, വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ രൂപം കൊള്ളുമ്പോൾ അത് എല്ലാവർക്കും, മാനവ കുലത്തിന് മുഴുവൻ, പ്രപഞ്ചത്തിന് മുഴുവൻ, എല്ലാ ചരാചരങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമായിട്ടുള്ള മൂല്യങ്ങൾ, ധർമ്മങ്ങൾ, അതുകൊണ്ടാണല്ലോ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായത്. പക്ഷെ അതിനുശേഷം നമ്മുടെ സ്മൃതികളുടെയൊക്കെ കാലഘട്ടം വന്നപ്പോൾ, പ്രത്യേകിച്ച് മനുസ്മൃതിയുടെയൊക്കെ കാലഘട്ടം വന്നപ്പോൾ അത് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമാക്കി അതിന്റെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയുടെ ബ്രാഹ്മണന് മാത്രം സുഖം മതി എന്ന രീതിയിലൊക്കെയുള്ള കൂട്ടിച്ചേർക്കൽ നടത്തി. മുഖ്യമന്ത്രി ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഈ സനാതന ധർമ്മം മുഴുവൻ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അദ്ദേഹം ഈ സംഘപരിവാർ പറയുന്ന ഒരു രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, അതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. കാരണം എല്ലാ കാലങ്ങളിലും ഈ ഒരു ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ, ഈ പ്രത്യേകിച്ച് ശബരിമല വിഷയം ഉൾപ്പെടെ അതുപോലത്തെ ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു ശബരിമല വിഷയത്തിൽ എവിടെയായിരുന്നു കോൺഗ്രസ്? കാരണം കേരളത്തിൽ ഏറ്റവും ശക്തമായ സമര പരിപാടികൾ, സമര പരമ്പരകൾ അഴിച്ചുവിട്ടത് അന്ന് കോൺഗ്രസ് ആയിരുന്നു. BJP-യും CPയും അതിൻ്റെ അകത്തുനിന്ന് രാഷ്ട്രീയ ലാഭം എടുക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അതുകൊണ്ടാണല്ലോ BJP-യുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഗവർണർ അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞ എന്താ, ഇതൊരു സുവർണ അവസരമാണ് എന്ന് പറഞ്ഞു. എന്താ കാരണം? ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമായി രണ്ടായി ഇവിടെ വിഘടിക്കപ്പെടും. ഭൂരിപക്ഷങ്ങൾ BJP-യുടെ ഒപ്പം നിൽക്കും, ന്യൂനപക്ഷങ്ങൾ CPM-നൊപ്പം നിൽക്കും. അപ്പോൾ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സ്പേസ് BJP-ക്കും CPM-നും വീതം വെച്ചെടുക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇത് എന്ന് പറഞ്ഞത് ശ്രീധരൻ പിള്ളയാണ്, അന്നത്തെ BJP-യുടെ പ്രസിഡന്റ്. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവൊക്കെ അതിശക്തമായ വിമർശനം ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് അവിടെ, പിന്നെ ഞങ്ങൾ ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. ശ്രീ റോണി കെ ബേബി, അവിടെയും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. K. സുധാകരൻ ഇതിനെ പിന്താങ്ങുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ അനുകൂലിച്ചു. VD സതീശൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒരുപക്ഷെ ഒരു ചർച്ചക്കുള്ളൊരു സ്പേസ് ഞങ്ങൾക്ക് ഉണ്ടായില്ല. കാരണം മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, തൊട്ടടുത്ത് സംസാരിച്ചു. ആ വേദിയിൽ തന്നെ ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അതിന് രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. പക്ഷെ പിന്നീട് പിറ്റേ ദിവസമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൃത്യമായി പാർട്ടിക്കകത്ത് ഒരു ആശയ സമന്വയം ഞങ്ങൾ രൂപീകരിച്ചു. അതുകൊണ്ടാണ് ബഹുമാനോട് ഇവിടെ പറയുന്നത്, നമ്മള് ഹിന്ദുവിനെ ഹിന്ദുത്വവും രണ്ടായി കാണണം. പക്ഷെ നമ്മള് ഇവിടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മുഴുവൻ ഹിന്ദുവും ഹിന്ദുത്വയും ഒന്നാണ് എന്ന രീതിയിൽ. അതുകൊണ്ടാണ് പറയുന്നത്, കുറി തൊടുന്നവരെല്ലാം RSS അല്ല, അല്ലെങ്കിൽ കാവ്യ കൊടുക്കുന്നവരെല്ലാം RSS അല്ല, സംഘപരിവാർ അല്ല. ഇങ്ങനെ ഹിന്ദുവിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും നമ്മൾ RSS-നും ഈ പറയുന്ന സംഘപരിവാറിന് കൊടുക്കേണ്ടതില്ല. അങ്ങനെയെങ്കിൽ 84% ഹിന്ദുക്കളല്ല ഈ രാജ്യത്ത്. എത്രയോ പണ്ട് BJP മൃഗീയ ഭൂരിപക്ഷവുമായി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമായിരുന്നു. എന്തുകൊണ്ടാണ് അധികാരത്തിൽ വരാത്തത്? കാരണം BJP-യും സംഘപരിവാറും മുന്നോട്ട് വയ്ക്കുന്ന ഈ പറയുന്ന
ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ഹിന്ദുക്കളും കേരളത്തിലെ ബഹുഭൂരിപക്ഷ ഹിന്ദുക്കളും അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJP കിട്ടുന്ന 20% വോട്ട് മാത്രമാണ്. 54% ഹിന്ദു പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനമാണ് കേരളം. ഇന്നും കേരളത്തിലെയും ഇന്ത്യയിലെയും ഭൂരിപക്ഷം ഹിന്ദുക്കളും BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, അതുകൊണ്ടാണ് ഞങ്ങൾ സനാതന ധർമ്മത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ BJP വോട്ട് മികച്ച രീതിയിലൊന്നും കൊയ്യുന്നില്ലെങ്കിൽ പോലും ഹിന്ദുക്കൾക്ക് അനുകൂലമായി ശബ്ദമുയർത്താൻ BJP തന്നെയല്ലേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിർണായകമായ ഒരു ഘട്ടത്തിലും ശക്തമായ ഒരു സാന്നിധ്യം തെളിയിക്കുന്നതായി കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാര്യങ്ങൾ തൊട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബഹുഭൂരിപക്ഷവും, ഞാൻ ഒരിക്കലും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരിക്കലും ഞാനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 90% ആളുകളും ഹിന്ദുമത വിശ്വാസികളായിരുന്നു. പക്ഷെ ഭരണഘടനയുടെ ആമുഖം വി ദ പീപ്പിളിൽ തുടങ്ങണമെന്ന് നമ്മുടെ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്ത് പ്രമേയം വന്നു. വി ദ പീപ്പിൾ വേണ്ട, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ ഭരണഘടനയുടെ ആമുഖം തുടങ്ങണമെന്ന് അവിടെ ബദലായി പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. അത് വോട്ടിലിട്ടപ്പോൾ അത് വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ അന്ന് തൊട്ട് ഇതിനു മുമ്പ് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു വലിയ ഒരു ഈ പറയുന്ന മതേതര ചിന്തയുണ്ട്. നമ്മൾ അതിനെ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരു മതന്യൂനപക്ഷത്തിൽ പെടുന്ന ആളാണെങ്കിലും കോൺഗ്രസ് എല്ലാ മതന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും കൂടെ നിർത്തുമെങ്കിലും ഒരു ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയുടെ സംസ്കൃതി, സംസ്കാരം എന്ന് പറയുന്നത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന, എല്ലാ മതവിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന, അതാണ് ഒരു ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒരു വലിയ കടൽ പോലെ ഒരു അത്രയും ആഴവും പരപ്പുമുള്ള ഒരു മതവിശ്വാസമാണ് ഹിന്ദുമതം. പക്ഷെ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് സംഘപരിവാർ പറയുന്ന ഒരു രാഷ്ട്രീയം, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. സനാതന ധർമ്മത്തെ ഞങ്ങൾ യോജിക്കുന്നു, സനാതന ധർമ്മത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായും സനാതന ധർമ്മത്തിലോട് നിലകൊള്ളുന്നു. പക്ഷേ സംഘപരിവാർ പറയുന്ന സനാതന ധർമ്മം അത് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായി ബ്രാഹ്മണന് മാത്രം സുഖം മതി, ബ്രാഹ്മണന് മാത്രം സന്തോഷം മതി എന്ന് പറയുന്ന ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായി ഈ സനാതന ധർമ്മത്തെ കൊണ്ടുവരുന്നതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഞങ്ങളുടെ കൃത്യമായ അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, ഗണേഷ് കുമാർ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇദ്ദേഹം സർക്കാരിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ, ഈ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുടെ ഭാഗമായി ഒരു മന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ, മന്ത്രിസഭയ്ക്ക് ഒരു കൂട്ടുത്തരവാദിത്വം ഉള്ളപ്പോൾ, ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ ആ നിലപാടിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹം അന്തസ്സായി അദ്ദേഹത്തിന് മന്ത്രിപദം രാജിവെച്ചിട്ട് അദ്ദേഹം ആ നിലപാട് പറയണമായിരുന്നു എന്ന ഒരു അഭിപ്രായം കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുക.